ഹായ് ഓൾ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പൊ ഒരു വൈബ്രന്റ് ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നമുക്ക് കുറെ പേര് ജോയിൻ ചെയ്തു. അറൌണ്ട് ഒരു 60ന്റെ മേലെ കുട്ടികൾ നമ്മുടെ MSc ക്ലാസ്സിൽ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ലൈവ് നമ്മൾ ഇന്നാണ് ലൈവ് രണ്ടല്ല ഒരു 4 ലൈവ് ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പേഴ്സണാലിറ്റിയും കോഗ്നിറ്റീവ് ആണ് ഇപ്പൊ വിചാരിക്കുന്നത് ലൈവായിട്ട് ഫ്രീ ക്ലാസ് കൊടുക്കാന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഞാൻ ഇപ്രാവശ്യം മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെറ്റ് ഓറിയന്റഡ് ആയിട്ട് കുറച്ചുകൂടി ഇൻഡെപ്തിൽ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പം MSc സെക്കൻഡ് സെമ്മോ റിസൾട്ട് വന്നപ്പോഴും കുറെ ഔട്ട്സ്റ്റാൻഡിങ് നമുക്കുണ്ട്, കുറെ A+ ഉണ്ട്, കുറെ A ഗ്രേഡ് ഉണ്ട്. അപ്പൊ ആ ലെവലിൽ കുട്ടികളെ വാർത്തെടുക്കണം, കുറച്ചുകൂടെ ലെവലിൽ വാർത്തെടുക്കണം. ആൻഡ് ഏത് യൂണിവേഴ്സിറ്റിത്തെ കുട്ടികൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇപ്പൊ തന്നെ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പറയാം, ഏത് യൂണിവേഴ്സിറ്റിയുള്ള കുട്ടികളാണെങ്കിലും ഫസ്റ്റ് സെം വെരി സിമിലർ. എല്ലാവർക്കും കോഗ്നിറ്റീവ്, റിസർച്ച്, പേഴ്സണാലിറ്റി, ഫിസിയോളജി ഈ 4 സബ്ജക്ട് തന്നെയാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയില്. ഫോർ എക്സാമ്പിൾ പറയുന്നത് MGയില്, കണ്ണൂരില്, കാലിക്കറ്റില്, ഈവൻ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇതേ സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. ഈവൻ ക്ലിനിക്കലുകാർക്കും ഇതേ സിലബസ് തന്നെയാണ് വരുന്നത്. സോ ഐ തിങ്ക് ഒരു ക്ലബ് ചെയ്തിട്ട് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നെറ്റ് ഓറിയന്റഡ് ആകുമ്പോൾ എന്താ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും കവർ ചെയ്ത് പോകണമല്ലോ. നെറ്റ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഈ ഒരു വർഷം അടുത്തൊരു വർഷം നെറ്റ് എഴുതാൻ പാകത്തിൽ നിങ്ങളാക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു 3-4 ഡേയ്സ് ഞാനൊരു ഫ്രീ ക്ലാസ്, 2 പേഴ്സണാലിറ്റിയുടെ ഫ്രീ ക്ലാസ്സും 2 കോഗ്നിറ്റീവിന്റെ ഫ്രീ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ റെഗുലർ ആയിട്ട് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇന്നും നാളെയും പേഴ്സണാലിറ്റി, പിന്നെ മറ്റന്നാളും പൊതു അവധിയാണ്, അറിയാലോ, ഗാന്ധി ജയന്തിയാണ്. പിന്നെ വ്യാഴവും വെള്ളിയും കോഗ്നിറ്റീവ് ഫ്രീ ക്ലാസ് തരാനാണ് വിചാരിക്കുന്നത്. അപ്പോ പേഴ്സണാലിറ്റി ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള വളരെ ഡെപ്തിലുള്ള നോട്ടും ക്ലാസ്സസും ആയിരുന്നു. ഓൾറെഡി അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബില്. ഈ സെയിം നോട്ട് വെച്ച് ക്ലാസ് എടുത്തത് റെഗുലർ ആയിട്ട് ഞാൻ ഇത് ഒന്നുകൂടി എടുക്കും കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി ഇതൊരു ഫ്രീ ക്ലാസ് ആയിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തല്ലോ. അപ്പൊ ഇനിയും അത് ഞാൻ വീണ്ടും ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പറഞ്ഞു പോകുന്നില്ല, വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തത്. അപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിലാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിലുപരി നമുക്ക് നെറ്റിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഞാനൊന്ന് ഓടിച്ചിട്ടിട്ട് എന്തൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആൻഡ് എനിക്ക് ഏറ്റവും ഒരു എന്താ പറയാ അടിപൊളി സിലബസും നോട്ട്സും ആയിട്ട് തോന്നിയിട്ടുള്ളത്, സ്റ്റഡി മെറ്റീരിയൽ നോട്ട്സ് അല്ല, സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നത് ഇഗ്നോയുടെ MA സൈക്കോളജിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഞാൻ പോലും നെറ്റ് ഇപ്പൊ ഒന്ന് എഴുതി നോക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. നെറ്റിന് ഒരു ആവശ്യം എനിക്കില്ല, കാരണം ഞാൻ കോളേജിൽ പോയിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന്റെ ഒരു പാഷനല്ല. പക്ഷെ ഒരു നെറ്റ് കോച്ചിങ് തുടങ്ങണമെന്ന് കുറെ കാലമായിട്ട് എന്നോട് കുട്ടികൾ പറയാണ്. അപ്പൊ അതിലേക്കൊന്ന് ഇറങ്ങണമെങ്കിൽ ഞാനൊന്ന് എഴുതി നോക്കണ്ടേ. അപ്പൊ ഞാനൊന്ന് നെറ്റ് എഴുതാൻ വേണ്ടി എത്രത്തോളം എനിക്ക് കൊണ്ടുപോകാൻ അറിയില്ല. കാരണം ആസ് യു നോ ഐ എം വെരി ബിസി വിത്ത് മൈ സ്കെഡ്യൂൾസ് ആൻഡ് ഓൾ. ബട്ട് എന്തെങ്കിലും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണം എന്ന പേരിൽ ഐ ഹാവ് സ്റ്റാർട്ടഡ്. ഞാനിവിടെ നെറ്റിന്റെ ഒരു 1-2 മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എടുത്തു, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ നിൽക്കുവാണ്. ഐ ഷോ യു. ചുമ്മാ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, 1-2 മെറ്റീരിയൽസ് ഒക്കെ എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 1-2 മെറ്റീരിയൽസ്, UGCയുടെ 1-2 മെറ്റീരിയൽസ് ഒക്കെ പ്രിന്റ് എടുത്തു. എന്റെ അടുത്തുള്ള കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വെച്ചു, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ. അതുകൊണ്ടാണ് നിങ്ങളെ നെറ്റ് ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുക. സിലബസും കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങി, 2 പേജ് എഴുതിയിട്ടുള്ളെങ്കിലും അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് എന്താ പറയാ തുടങ്ങണം, നിങ്ങളോടൊപ്പം എനിക്ക് പഠിച്ചു തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നമ്മള് നെറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയതാണ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ചാപ്റ്ററിൽ നമുക്ക് ഓഫ്കോഴ്സ് പേഴ്സണാലിറ്റിയുടെ തിയറി പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഇല്ലാതെ നമുക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറിയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് അനലിറ്റിക്കൽ സൈക്കോളജി നമ്മുടെ കാൾ യുങ്ങിൻ്റെത് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ സോഷ്യൽ സൈക്കോളജിക്കൽ തിയറീസ് ആണ്. സോഷ്യൽ സൈക്കോളജിക്കൽ തിയറീസിൽ ആൽഫ്രഡ്
അഡ്ലറിന്റെ തിയറിയാണ് വരുന്നത്. അതായത് ഫസ്റ്റ് സൈക്കോഡൈനാമിക് തിയറി, സെക്കൻഡ് വൺ സോഷ്യൽ. സൈക്കോഡൈനാമിക് തിയറിന്റെ അണ്ടറിൽ ആരൊക്കെയാണ് ഉള്ളത്? സൈക്കോഡൈനാമിക്കിന്റെ അണ്ടറിൽ ആരൊക്കെയാണ്? ഫ്രോയിഡും അഡ്ലറും. രണ്ടാമത്തെ സെറ്റ് ഓഫ് തിയറിയാണ് സോഷ്യൽ സൈക്കോളജിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി. സോഷ്യൽ സൈക്കോളജിക്കൽ തിയറിയിൽ ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ആൽഫ്രഡ് അഡ്ലറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി വരുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ എറിക് ഫ്രോമിന്റെ തിയറിയാണ്. മൂന്നാമത്തത് നമ്മുടെ കാരൻ ഹോണിയുടെ, ഫെമിനൈൻ സൈക്കോളജിയുടെ കാരൻ ഹോണിയുടെ തിയറിയാണ് വരുന്നത്. നാലാമതായിട്ട് ഹാരി സ്റ്റാക്ക് സള്ളീവന്റെ ഇന്റർപേഴ്സണൽ മോഡൽ തിയറിയാണ് വരുന്നത്. അഞ്ചാമത് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നതാണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ്. 8 സ്റ്റേജുകൾ അടങ്ങുന്ന സൈക്കോ സോഷ്യൽ സ്റ്റേജസ്. മൂന്നാമത്തെ കാറ്റഗറി, അപ്പൊ ഏതൊക്കെ കാറ്റഗറി കഴിഞ്ഞു? സൈക്കോഡൈനാമിക്സ്, സോഷ്യൽ തിയറീസ്. ആൻഡ് മൂന്നാമത്തെ കാറ്റഗറി ആണ് എംഫസിസ് ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രൈറ്റ് തിയറി. അതിൽ ഹെൻറി മുറായുടെ തിയറി വരുന്നുണ്ട്, ഗോർഡൻ ആൽപോർട്ടിന്റെ തിയറി വരുന്നുണ്ട്, കാറ്റലിന്റെ തിയറി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഐസിങ്ങിന്റെ ട്രൈറ്റ് തിയറി വരുന്നുണ്ട്. അത്രയാണ്. ഇനി പെർസീവ്ഡ് റിയാലിറ്റി, അതിന്റെ അണ്ടറിൽ വരുന്നത് കെല്ലിയുടെ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറിയാണ്. രണ്ടാമത് റോജറിന്റെ പേഴ്സൺ സെന്റേർഡ് തിയറിയാണ്. പിന്നെ ബിഹേവിയറൽ അപ്രോച്ചസ്. ഏറ്റവും ലാസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചസ് ആണ്. ബിഹേവിയറൽ അപ്രോച്ചസിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് വരുന്നുണ്ട്. ഓപ്പറന്റ് കണ്ടീഷനിങ്, പിന്നെ ബന്ദൂര കേട്ടോ. ക്ലാസിക്കൽ ഇല്ല, ബന്ദൂരയാണ് വരുന്നത്. സോഷ്യൽ ലേണിംഗ് അപ്രോച്ച് ബൈ ബന്ദൂര. ഇത്രയുമാണ് കേട്ടോ വരുന്നത്. ഇത്രയുമാണ് സെക്കൻഡ് യൂണിറ്റ് ഉള്ളത്. അതായത് ഒരു 5 തരം തിരിച്ചിട്ടുണ്ട് പേഴ്സണാലിറ്റി തിയറീസ്. ആ 5 തിയറീസിന്റെ അണ്ടറിലും പല പല കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. ഓരോ തിയറിയും ആ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആളും ആ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും അടിയുറച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു, കാരണം നമ്മൾ ഡിഗ്രി വരെ എഴുതിയത് 5 മാർക്കിനോ 10 മാർക്കിനൊക്കെയാണ്. ഇത് വെയിറ്റേജ് സിസ്റ്റം ആണ്. അതിലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വെയിറ്റേജ് സിസ്റ്റത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒന്നുകൂടി നമുക്കൊന്ന് ഓടിച്ചിട്ട് പറയാം എന്തൊക്കെയാണ് വരുന്നത്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്റെ കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാട്ടോ. ഫസ്റ്റ് വരുന്നത് നമ്മുടെ സൈക്കോ ഡൈനാമിക്സ് ആണ്. സൈക്കോ ഡൈനാമിക്സിൽ 2 ആളുടെ തിയറിയാണ് വരുന്നത്. ആ 2 ആൾ ആരൊക്കെയാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡും അഡ്ലറുമാണ്. അപ്പോ ഒരു മിനിറ്റ്, നമ്മുടെ സൈക്കോ ഡൈനാമിക്സിൽ വരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡും അതുപോലെ തന്നെ യുങ് ആണ്. തെറ്റിപ്പോയത് എനിക്കൊരു ഡൗട്ട് അതാ, യുങ് ആണ്, കാൾ യുങ്ങിന്റെ ആണ് വരുന്നത്. രണ്ടാമത് വരുന്ന സെറ്റ് ഓഫ് തിയറിയാണ് ആരത്? നമ്മുടെ സോഷ്യൽ സൈക്കോളജിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി. അതിൽ 5 പേരാണ് വരുന്നത്. അതിൽ അഡ്ലർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ എറിക് ഫ്രോം ആണ്. പിന്നെ നമ്മുടെ കാരൻ ഹോണി വരുന്നുണ്ട്, അതുപോലെ തന്നെ എറിക് എറിക്സൺ വരുന്നുണ്ട്, ഹാരി സ്റ്റാക്ക് സള്ളീവൻ വരുന്നുണ്ട്, എറിക് എറിക്സൺ വരുന്നുണ്ട്. രണ്ടാമത്തത് സോഷ്യൽ സൈക്കോളജിക്കൽ തിയറി. മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രൈറ്റ് പറയുന്ന പേഴ്സണാലിറ്റി തിയറിയാണ്. അതിൽ ഫസ്റ്റ് വൺ ഹെൻറി മുറൈ ആണ്. രണ്ടാമതായിട്ട് വരുന്നത് ആൽപോർട്ടിന്റെ ട്രൈറ്റ് തിയറിയാണ്. മൂന്നാമതായിട്ട് റെയ്മണ്ട് കാറ്റലിന്റെ തിയറിയാണ്. നാലാമതായിട്ട് ഐസെങ്ങിന്റെ ട്രൈറ്റ് തിയറിയാണ് വരുന്നത്. പിന്നെ പെർസീവ്ഡ് റിയാലിറ്റി ആണ് വരുന്നത്. അതിൽ കെല്ലിയുടെ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറിയും വരുന്നുണ്ട്, അതുപോലെ കാൾ റോജറിന്റെ പേഴ്സൺ സെന്റേർഡ് തിയറിയും വരുന്നുണ്ട്. പിന്നെ ബിഹേവിയറിലാണ്. ബിഹേവിയറിൽ 2 പേരാണ്. നമ്മുടെ BF സ്കിന്നറും വരുന്നുണ്ട്, അതേപോലെ തന്നെ ബന്ദൂരിയും വരുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയാണ് കേട്ടോ. ഇതിപ്പം ഞാന് പഴയ മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പുതിയ മെറ്റീരിയൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കാണിച്ചു തരും കേട്ടോ. നിങ്ങൾ ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഡിറ്റ് വരാനുണ്ട്. പുതിയ മെറ്റീരിയൽ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്രീ ക്ലാസ് കഴിയാറാകുമ്പോഴത്തേനും കാണിച്ചു തരാം. അപ്പൊ എത്രത്തോളം നമ്മൾ കണ്ടന്റ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ആരെയാ നോക്കാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ സൈക്കോ ഡൈനാമിക്സ് ആണ്. സൈക്കോ ഡൈനാമിക്സിൽ ആരൊക്കെയാ ഉള്ളത്? യുങ്ങും നമ്മുടെ സ്വന്തം സിഗ്മണ്ട് ഫ്രോയിഡും ആണ് അല്ലെ. സിഗ്മണ്ട് ഫ്രോയിഡിനെ പറയാതെ നമുക്ക് എവിടെ പോകാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും പേഴ്സണാലിറ്റി പറയാൻ വേണ്ടി പറ്റൂല. പേഴ്സണാലിറ്റിയിൽ ഉപരി സിഗ്മണ്ട് ഫ്രോയിഡിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് സൈക്കോളജി അതുവരെ ഒരു സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് മാത്രമായിട്ട് നിന്ന് സൈക്കോളജിക്ക് ഒരു ചികിത്സാ രീതി ഉണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിയിലൂടെ നമുക്ക് ഒരാളെ ചികിത്സിക്കാം
എന്ന് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ സ്വന്തം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഫ്രോയിഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രോയിഡ് ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നില്ല. അദ്ദേഹം ജനിച്ചു, വളർന്നു, നന്നായിട്ട് പഠിച്ചു. അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പൊ ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തരായിട്ടുള്ള ന്യൂറോളജിസ്റ്റ് എന്ന് തന്നെ പറയണം. ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനടുത്ത് പല രോഗികളും വരികയാണ്. ഈ രോഗികളൊക്കെ വരുന്ന സമയത്ത് അവർക്കൊന്നും ഒക്കെ നോക്കുന്ന സമയത്ത് കൈ കുഴഞ്ഞിട്ടുണ്ട്, പിന്നെ പാരലൈസ്ഡ് ആയിട്ടുണ്ട്, കണ്ണ് കാണുന്നില്ല. അപ്പം ബയോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു രോഗവും ഇല്ല, ഒരു രോഗത്തിന്റെ കണിക പോലും ഇല്ല. ആള് ബയോളജിക്കലി ഭയങ്കര ഫിറ്റ് ആണ്. പക്ഷെ അവർ ഫേക്ക് ചെയ്യില്ല. അവരുടെ കാല് കുഴഞ്ഞിട്ടുണ്ട്, കൈ കുഴഞ്ഞിട്ടുണ്ട്, അരക്ക് താഴ്പോട്ട് കുഴഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രോയിഡ് കണ്ടെത്തുകയാണ് ഇവർക്ക് ശരീരത്തിനല്ല പ്രശ്നം, വേറെ എന്തോ ആണ് പ്രശ്നം എന്ന്. അത് തെളിയിക്കാൻ വേണ്ടി ഫ്രോയിഡ് ചാർക്കോഡ് എന്ന ആളെടുത്ത് പോയിട്ട് ഹിപ്നോട്ടിസം പഠിക്കുകയാണ്. ഹിപ്നോട്ടിസം പഠിച്ചു വന്നിട്ട് ഈ കൈ കുഴഞ്ഞ ആളെ ഹിപ്നോട്ടിസ് ചെയ്തിട്ട് നടത്തിക്കുമ്പോൾ നടക്കുന്നുണ്ട്. അപ്പം ഫ്രോയിഡ് ഉറപ്പിച്ചു ഇയാൾക്ക്, കാല് കുഴഞ്ഞ ആൾ നടക്കുന്നുണ്ട്. അപ്പൊ ഫ്രോയിഡ് ഉറപ്പിച്ചു ഇയാളുടെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല, ഇത് മെന്റലി എന്തോ പ്രശ്നമാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിന് അദ്ദേഹം പേരിടുകയാണ്. അതായത് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലം ശരീരത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് സീരിയസ് ആയിട്ട് ബാധിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം വിളിച്ചതാണ് ഹിസ്റ്റീരിക് ഡിസോർഡേഴ്സ്, ഹിസ്റ്റീരിയ എന്നാണ് വിളിച്ചത്. ഇന്ന് ഹിസ്റ്റീരിയ സൊമാറ്റോഫോം, ഗ്രൂപ്പ് ഓഫ് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഫ്രോയിഡ് ആ ന്യൂറോളജി അങ്ങ് ഒഴിവാക്കിയിട്ട് സൈക്കോളജി എന്ന വിഭാഗത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഫ്രോയിഡ് എന്താ പറയാ ഒത്തിരി കേസൊന്നും പഠിച്ചിട്ടില്ല. ഒരു 20 അറൌണ്ട് കേസസ് മാത്രമാണ് ഫ്രോയിഡ് ചെയ്തിട്ടുള്ളത്. ആകെ 20 കേസിനടുത്തേ ഫ്രോയിഡ് ചെയ്തിട്ടുള്ളൂ. അത് വെച്ചാൽ വർഷങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം പഠിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനായിട്ടുള്ള തിയറി ഉണ്ടാക്കി, ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ഒരു തെറാപ്പി, സൈക്കോളജിയിൽ ആദ്യമായിട്ടൊരു തെറാപ്പി കൂടെ അദ്ദേഹം കൊണ്ടുവരാണ്. തെറാപ്പിക്കും തിയറിക്കും അദ്ദേഹം ഒരേ പേരാണ് ഇട്ടത്, സൈക്കോ അനാലിസിസ്. ഇതാണ് ഫ്രോയിഡിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഫ്രോയിഡിനെ പറ്റി പറയാതെ നമുക്ക് ഒരിക്കലും എങ്ങോട്ട് പോകാൻ പറ്റില്ല, പേഴ്സണാലിറ്റിനെ പറ്റി പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അറിയാത്ത ഫ്രോയിഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ ഫ്രോയിഡിനെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ആരായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്? അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? അല്ലെങ്കിൽ പലരും സൈക്കോളജിയുടെ ഫാദർ ആരെന്ന് വെച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയും. അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആണ് ആര്? ഫ്രോയിഡ് സൈക്കോളജിയുമായിട്ട്. ശരിക്കും സൈക്കോളജിയുടെ ഫാദർ അല്ലെങ്കിൽ പോലും സൈക്കോളജി എന്നൊരു വിഭാഗത്തിനെ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനെ ലോക പ്രശസ്തമാക്കാൻ ഫ്രോയിഡിനെ പറ്റിയിട്ടുണ്ട്. വലിയ നല്ല എന്താ പറയുക, ഒരു പിന്നെ ഒരു എന്താ പറയാ ഗുഡ് ലിസ്റ്റിലൊന്നും പെട്ടിട്ടില്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തിയറി ഇന്നും പ്രോമിനന്റ് ആണ്. ബിക്കോസ് അറിയാലോ, ഇന്ന് പോലും സെക്സ് എന്ന വേർഡ് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ കുറച്ച് മടിയാണ്. അങ്ങനെ തൊട്ട് അന്തകാലത്ത് സെക്സ് അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരു മടിവിലാണ് വിളിച്ചു പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് ഒരു കൊക്കെയിൻ എപ്പിസോഡ് ഉണ്ടായിരുന്നു. കൊക്കെയിൻ അടിപൊളിയാണെന്നൊക്കെ പറയണ്ടായി. അതിന് പേരിൽ ഒത്തിരി ക്രിറ്റിസിസം ഏറ്റിട്ടുള്ള ഒരാളൊക്കെയാണ്. അപ്പം അറിയാം നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ ചുമ്മാ കളിയാക്കി പറയട്ടു, ഞാൻ ഇതുവരെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ചിരിക്കുന്ന ഫോട്ടോ, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഞാൻ എന്നിട്ട് ചിരിക്കുന്ന ഫോട്ടോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കുറെ ഞാൻ തപ്പിയിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് 1856 അദ്ദേഹം ജനിക്കുന്നത്. മെയ് 6 അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വരുന്നത്. അവിടെ പിന്നെ ഓസ്ട്രിയൻ എംപയർ ആയിട്ടുള്ള മൊറീവിയയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാരന്റ്സ് ജേക്കബ് ഫ്രോയിഡ് ഫാദറും അമാലിയ നെതൻസൺ മദറും ആണ്. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് MD, ന്യൂറോളജിയിലെ MD എടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിലായിരുന്നു. സ്പൗസ് അല്ലെങ്കിൽ ഭാര്യ മാർത്ത ബെർണൈസ് ആണ് സ്പൗസ് അല്ലെങ്കിൽ ഭാര്യ. മാരേജ് കഴിയുന്നത് 1886 അദ്ദേഹത്തിന് കല്യാണം കഴിയുന്നത്. ഫീൽഡ് ന്യൂറോളജി, സൈക്കോതെറാപ്പി, സൈക്കോ അനാലിസിസ് ആണ്. അദ്ദേഹം മരണപ്പെടുന്നത് 1939 ഏജ് ഓഫ് 83 ഹാംസ്റ്റഡ്, ലണ്ടൻ, ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചു വളർന്ന വീട് ഇന്ന് മ്യൂസിയം ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ബയോഡാറ്റ എന്ന് പറയും. ഓക്കെ ആണോ? ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ബോൺ ഓൺ 6th May 1856 in Freiburg,
in Moravia. When he was 4 years old, 4 വയസ്സ് പ്രായമുള്ളപ്പം his family suffered financial setbacks. നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടായി and moved to Vienna. അദ്ദേഹം ഈ വിയന്നയിലെ വീടാണ് കേട്ടോ മ്യൂസിയം ആയിട്ടുള്ളത്. Where Freud remained most of his life. വിയന്നയിലാണ് അദ്ദേഹം കുറെ കാലം ജീവിച്ചതും വളർന്നതും ഒക്കെ. Entered the faculty of medicine at the University of Vienna in 1873, where he remained for 8 years. 1873 നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ മെഡിസിന്റെ ഫാക്കൾട്ടി ആയിട്ട് ജോയിൻ ചെയ്തു. അവിടെ 8 വർഷത്തോളം അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫാക്കൾട്ടി ഓഫ് ന്യൂറോളജിസ്റ്റ്. Working first as a surgeon, then in general medicine, became a house physician at the principal hospital in Vienna. അതായത് ഒരു സർജൻ ആയിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്തു, പിന്നെ ജനറൽ മെഡിസിനിൽ വർക്ക് ചെയ്തു, പിന്നെ ഹൗസ് ഫിസിഷ്യനായി പ്രിൻസിപ്പൽ ഹോസ്പിറ്റൽ ഇൻ വിയന്ന. He took a course in psychiatry that furthered his interest in the relation between mental symptoms and physical disease. ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹം സൈക്യാട്രിയിലെ ഒരു കോഴ്സ് ഒക്കെ എടുത്തു. മെന്റൽ ഇൽനെസ്സും ഫിസിക്കൽ ഇൽനെസ്സും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹം വളരെ എന്താ പറയുക ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചിട്ടുമുണ്ട്. From 1884 to 1887, Freud did some of the first research in cocaine. അദ്ദേഹം ഒരു കൊക്കെയിൻ അഡിക്റ്റ് ആയിട്ട് കൊക്കയിൽ ഒരു റിസർച്ച് വരെ നടത്തിയിട്ടുണ്ട്. അറ്റ് ദ ഫസ്റ്റ് ഹി വാസ് ഇംപ്രസ്ഡ് വിത്ത് ഇറ്റ്സ് പ്രോപ്പർട്ടി. കൊക്കെയിന്റെ പ്രോപ്പർട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ആർട്ടിക്കിൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹി റോട്ട് അബൌട്ട് ഇറ്റ്സ് പൊട്ടൻഷ്യൽ തെറപ്യൂട്ടിക് യൂസസ് ഫോർ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസ്റ്റർബൻസ്. മെന്റൽ ഡിസ്റ്റർബൻസിനും ഫിസിക്കൽ ഡിസ്റ്റർബൻസിനും കൊക്കെയിൻ അടിപൊളിയാണെന്ന് ആർട്ടിക്കിൾ പോലും പുള്ളിക്കാരനെ എഴുതി. അതേപോലെ കുറെ ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. On 1881, Freud began his exploration of the personalities of people suffering from emotional disorder. കണ്ടോ, ഈ ഒരു ഇമോഷണൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നത് 1881 പേഴ്സണാലിറ്റി പഠിക്കാൻ തുടങ്ങിയതും അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസും മെന്റൽ സിംറ്റംസ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊക്കെ അദ്ദേഹം ക്രൂഷ്യലായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് 1881 Freud studied under Jean-Martin Charcot in Paris. ഞാൻ പറഞ്ഞില്ലേ ചാർക്കോട്ടിന്റെ അടുത്താണ് നമ്മുടെ hypnotism പറ്റിയൊക്കെ പഠിച്ചിരുന്നു in Paris, who introduced him to the idea of sexual basis of neurosis. ചാർക്കോട്ടാണ് സെക്ഷൽ ബേസിസ് ന്യൂറോസിന് ഒരു കാരണമാകുന്നുണ്ടെന്ന് ആദ്യമായിട്ട് ഫ്രോയിഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. He initially believed that sexual conflict with the main cause of neurosis with the childhood abuse being a key factor. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മുടെ ട്വിസ്റ്റ് തുടങ്ങുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഫ്രോയിഡ് വിശ്വസിച്ചത് ചെറുപ്പകാലത്തിൽ നടക്കുന്ന സെക്ഷൽ അബ്യൂസ് കാരണമാണ് ന്യൂറോസിസ് വരുന്നത്. അതായത് ചെറുപ്പത്തിൽ നടക്കുന്ന സെക്ഷലി ഉള്ള അബ്യൂസ് കാരണമാണ് ഒരു കുട്ടിക്ക് പിൽക്കാലത്ത് ന്യൂറോസിസ് വരുന്നത് എന്നാണ് അദ്ദേഹം ഇനീഷ്യലി വിശ്വസിച്ചത്. Later, he changed his stance and claimed that the childhood sexual abuse by clients were sexual fantasies. പിന്നീട് അദ്ദേഹം വിചാരിക്കുകയാണ് ചിലതൊന്നും സത്യമല്ല, കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള ഫാന്റസി ആണ് എന്ന് കണ്ടെത്തുകയാണ്. അതാണ് നമ്മുടെ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ വരുന്നത്. അതായത് ആദ്യം അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരുന്നത് ചെറുപ്പത്തിൽ നടന്ന അബ്യൂസ് കാരണമാണ് കുട്ടിക്ക് ന്യൂറോസിസ് വരുന്നത്. പിന്നെ അദ്ദേഹം കണ്ടെത്താണ് അതല്ല, ചില കുട്ടിക്ക് അബ്യൂസ് നടക്കാണ്ടുണ്ട്, ചിലത് ആ കുട്ടികളുടെ ഫാന്റസിയാണ്. Freud's view on childhood abuse evolved over time and he privately acknowledged the occurrence of real institutional cases. അദ്ദേഹം ഈ ചൈൽഡ്ഹുഡിലുള്ള സെക്ഷൽ അബ്യൂസും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വന്ന കേസസിലൂടെയും അദ്ദേഹത്തിന് അതിന്റെ ആധികാരികത അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. However, he attempted to suppress the publication of this idea. അദ്ദേഹം പക്ഷെ സപ്രസ് ചെയ്യുകയാണ് ഈ ഐഡിയ പുറത്തോട്ട് കൊണ്ടുവരിക. കാരണം സെക്ഷലിന്റെ കാര്യങ്ങളും ചെറുപ്പത്തിൽ ഉണ്ടായതും ഈവൻ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു മദറിനോട് എന്ന് അദ്ദേഹം പറഞ്ഞതും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളാണ് അന്ന ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്നത് അന്ന ഫ്രോയിഡ് മാത്രമാണ്. ഈഗോ സൈക്കോളജി. പുള്ളിക്കാരിക്കും ഫ്രോയിഡിനോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സോ അദ്ദേഹം വളരെ ക്രൂഷ്യലായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി എഴുതാനൊക്കെ അന്ന് അദ്ദേഹം വലിയ പബ്ലിഷ് ചെയ്യാൻ മാത്രം അദ്ദേഹം ധൈര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഒരു വർക്കിന്റെ കാര്യത്തിൽ പറയണം. ആദ്യം അദ്ദേഹം ഒരു ഡോക്ടറായിട്ട് ജോയിൻ ചെയ്തു, സർജനായിട്ട്, പിന്നെ ഹൗസ് ഫിസിഷ്യനായി ഹോസ്പിറ്റലിൽ വിയന്നയുടെ പ്രിൻസിപ്പൽ ഹോസ്പിറ്റൽ വിയന്നയില് സൈക്യാട്രിയുടെ കോഴ്സ് പഠിച്ചപ്പോഴാണ് ഈ മെന്റൽ ഇൽനെസ് ഫിസിക്കൽ ഇൽനെസ് തമ്മിലുള്ള കണക്ഷൻ ഒക്കെ മനസ്സിലാക്കിയത്. അതുപോലെ അതേസമയം തന്നെ കൊക്കൈനെ പറ്റി റിസർച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേസമയം അദ്ദേഹം ഈ സൈക്കോളജിയും ഫിസിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഇൽനെസ് തമ്മിലുള്ള കണക്ഷൻ പഠിക്കാൻ വേണ്ടി ജീൻ മാർട്ടിൻ ചാർക്കോട്ടിന്റെ അടുത്ത് പോകുന്നുണ്ട്. അദ്ദേഹം ഫസ്റ്റ് മനസ്സിലാക്കുന്നത് സെക്ഷൽ കോൺഫ്ലിക്റ്റ് കാരണം മാത്രമാണ് ഒരാൾക്ക് എന്ത് വരുന്നത് എന്നാണ്,
ന്യൂറോസിസ് വരുന്നത്. പിൽക്കാലത്ത് മനസ്സിലാക്കി സെക്ഷൽ അബ്യൂസ് നേരിടാത്ത കുട്ടികളുണ്ട്, അത് അവരുടെ ചെറുപ്പത്തിലെ ഫാന്റസീസ് ആയിരുന്നു എന്നാണ്. കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് പബ്ലിഷ് ചെയ്യാൻ മാത്രം അദ്ദേഹം മടി കാട്ടിയിട്ടുണ്ട്, സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് പുള്ളിക്കാരന് പണി കിട്ടിയെടുത്തെന്ന് പറയുന്നത് കേട്ടോ. In 1884, Freud published an article praising cocaine's beneficial effect. കൊക്കൈനെ പറ്റിയിട്ട് ബെനിഫിഷ്യൽ എഫക്റ്റിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ അദ്ദേഹം എഴുതി. In 1885, Freud published a paper extolling the virtues of cocaine. His work on cocaine claimed that cocaine could have a variety of medical uses. അദ്ദേഹം ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു, കൊക്കൈന് ഒരുപാട് മെഡിക്കൽ യൂസിന് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് കൊക്കൈൻ അഡിക്റ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ദിസ് കോൺട്രിബ്യൂട്ടഡ് ടു കൊക്കൈൻ എപ്പിഡമിക് ദാറ്റ് ലാസ്റ്റഡ് അൺടിൽ 1920. കണ്ടോ, 1885 1920 വരെ ഒരു കൊക്കൈൻ എപ്പിഡമിക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ. നാട് വിടേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെന്നാണ്. In 1895, Freud was still regularly using cocaine in part to relieve his depression. കണ്ടോ, അദ്ദേഹത്തിന്റെ ഡിപ്രഷൻ മാറാനായിട്ട് അദ്ദേഹം കുറെ കാലം എന്തുപയോഗിച്ചിട്ടുണ്ട്, കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. He thought to have stopped use it sometime in the 1890s after he nearly killed one of his own patient while under the influence. കണ്ടോ, എപ്പോഴാണ് ഇത് നിർത്തണം എന്നുള്ള ചിന്ത വന്നത്? 1890 അദ്ദേഹം കൊലപ്പെടുത്തുന്നതിന് അടുത്തെത്തി. അതായത് അയാളുടെ ഈ ഒരു കൊക്കൈൻ ഇൻഫ്ലുവൻസ് കാരണം അദ്ദേഹത്തിന് ഒരു പേഷ്യന്റ് മരണത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് ഇതെന്തോ ദോഷമാണ്, ഇത് നിർത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയത്. Freud focused strong criticism for his role in unleashing the cocaine plant. കണ്ടോ, അദ്ദേഹം നന്നായിട്ട് ലോകമെമ്പാടും അദ്ദേഹത്തിന് എതിർക്കുന്ന രീതി വന്നിട്ടുണ്ടായിരുന്നു ഈ കൊക്കൈന്റെ എന്താണ് മഹാത്മ്യം പാടി നടന്നത് കൊണ്ട്. ഓക്കെ ആണോ കൊക്കൈൻ എപ്പിസോഡ്? ഓക്കെ ആണോ? ഓക്കെ. ഇനിയാണ് എപ്പോഴും ഹിപ്നോട്ടിസം ഇസ് എ പാർട്ട് ഓഫ് സൈക്കോളജി, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം സൈക്കോളജിയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരാനുള്ള കാരണം ഈ ഫ്രോയിഡ് ഹിപ്നോട്ടിസം യൂസ് ചെയ്തുകൊണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ടു മേക്ക് യു അവെയർ ദാറ്റ് സൈക്കോളജിയുമായിട്ട് പിന്നെ ഹിപ്നോട്ടിസത്തിന് ഒരു ബന്ധവും ഇല്ല. അതൊരു തെറാപ്യൂട്ടിക് ടൂളോ അതല്ലെങ്കിൽ നമുക്കൊരു തെറാപ്പി ആയിട്ട് ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റില്ല. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർട്ടാണ്, ഒരു കൺകെട്ട് പോലെയുള്ള ആർട്ടാണ്. അതായത് എല്ലാരെയും നമുക്ക് ഹിപ്നോട്ടിസ് ചെയ്യാനും പറ്റത്തില്ല. അതായത് വളരെ സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വന്നു അപ്പൊ അയ്യോ ഇയാളിനെ ഹിപ്നോട്ടിസം ചെയ്യാൻ പോവാണ്, ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും എന്ന് വിചാരിച്ച് സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാള്. അപ്പൊ സജസ്റ്റബിൾ ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ ഒരിക്കലും ഒന്നും വിട്ടു കൊടുക്കില്ല, ചിലപ്പോൾ അയാൾ സജസ്റ്റബിൾ ആയിരിക്കും. അത് സജസ്റ്റബിൾ ആരാന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഹിപ്നോട്ടിസം ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ വിളിച്ചിട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്താ പറയാ, ശരിക്കും ഒരു കൺകെട്ട് പോലെയുള്ള ഒരു സാധനമാണ്. കുറച്ചു നേരത്തിന് അവരെ ബോധ മനസ്സിനെ ഒന്ന് നമ്മുടെ കൈപ്പിടിയിലാക്കിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എല്ലാരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. വളരെ ഹിപ്നോട്ടിസത്തിന് വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ വളരെ വളരെ കുറവാണ്. അപ്പൊ ഹിപ്നോട്ടിസം ഒരു ചികിത്സാ രീതി ആയിട്ടല്ല. എന്താണ് ഈ പറയുന്ന പോലെ തന്നെ ഇവർക്ക് ഹിപ്നോട്ടിസം ചെയ്തപ്പം എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ, കൈപൊക്കാൻ, അതായത് ഫിസിക്കലി തളർന്നിരിക്കുന്ന ഒരാളാണ്, പക്ഷെ നോക്കുമ്പോഴോ ഫിസിക്കലി ആള് ഫിറ്റ് ആണ്. പക്ഷെ ആള് ഫേക്ക് ചെയ്യൊന്നുമല്ല. ആൾക്ക് അരക്കെത്തിപ്പോട്ട് താഴ്പോട്ട് ഒരു സെൻസേഷനും അറിയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അതാള് ഫേക്ക് ചെയ്യല്ല, പക്ഷേ ഫിസിക്കലി ആള് ഫിറ്റ് ആണ്. ഇയാള് ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഹിപ്നോട്ടിസം പഠിച്ചു. ഇവിടെ വന്നു പേഷ്യന്റ് അപ്ലൈ ചെയ്തപ്പം ഈ കുഴഞ്ഞു കിടക്കുന്ന ആൾ ഹിപ്നോട്ടിസത്തിൽ എണീറ്റ് നടന്നു. നേരെ ഹിപ്നോട്ടിക് ഒരു മൈൻഡ് വിട്ടപ്പം അയാൾ വീണ്ടും കുഴഞ്ഞ പോലെ ആയി. സോ അവിടെ ഫ്രോയിഡ് കൺക്ലൂഡ് ചെയ്യാണ് ഇയാൾക്ക് മെന്റലി ആണ് ബുദ്ധിമുട്ട്, ഫിസിക്കലി ഹീസ് ഫിറ്റ്. എന്തുകൊണ്ടാണ് ഹിപ്നോട്ടിസം നമ്മുടെ ആയിട്ട് അങ്ങനെ ഹിപ്നോട്ടിസം നമ്മുടെ ഒരു തെറാപ്യൂട്ടിക് ടൂളോ നമ്മുടെ ഒരു ചികിത്സാ രീതിയോ എങ്ങനെയാണെങ്കിൽ ഒരു പ്രോമിനന്റ് ടെക്സ്റ്റ് ബുക്ക് അതിന് ഇറങ്ങൂലേ, അല്ലെങ്കിൽ APA അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അല്ലെങ്കിൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അതിനെ അംഗീകരിക്കൂലേ? അംഗീകരിക്കൂലേ? നിങ്ങൾ തന്നെ പറ. സൈക്കോ അനാലിസിസ് ആയിക്കോട്ടെ, ബിഹേവിയറിസ്റ്റ് ആയിക്കോട്ടെ, ഒക്കെ നമ്മുടെ APAയുടെ അണ്ടറിൽ വരുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ട് ഹിപ്നോട്ടിസം അങ്ങനെ ചിലർ പറയുന്നുണ്ട്. ചിലരൊക്കെ എന്നോട് നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്യോ? ഇപ്പൊ ഞാൻ ഈ അടുത്ത് കോഴിക്കോട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ കണ്ടു. ഞാനൊരു ഹോട്ടലിൽ പോയി വരിക കോഴിക്കോട്. അപ്പൊ ഉണ്ട് ഒരു ഡോക്ടർ, PhD ഒക്കെ ഉണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ പേര് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോ
ഞാൻ ഇവിടെ വന്ന് കുറെ നോക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു തെറാപ്പിയോ അങ്ങനത്തെ ഒരു കാര്യം സൈക്കോളജിയില്ല. പക്ഷെ ഫ്രോയിഡ് ഇത് യൂസ് ചെയ്തതിനെ കൊണ്ട് പലരും അത് അവകാശപ്പെടുന്നുണ്ട്. യെസ്, ദർ ഇസ് ഹിപ്നോസിസ്. His works in France increased his interest in hypnosis as a therapeutic tool. ഉണ്ടോ, ഫ്രാൻസില് അദ്ദേഹത്തിന്റെ വർക്ക് കാരണം ഹിപ്നോസിസ് ഒരു തെറാപ്പറ്റിക് ടൂൾ ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇൻ കോർപ്പറേഷൻ വിത്ത് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഓൾഡർ ഫിസിഷ്യൻ ജോസഫ് ബ്രൂറർ, ഫ്രോയിഡ് എക്സ്പ്ലോർ ദ ഡൈനാമിക്സ് ഓഫ് ഹിസ്റ്റീരിയ. ഇനി ആര് കൂടെ ചേർന്നിട്ടാണ് ഹിസ്റ്റീരിയ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്? ഒറ്റയ്ക്കല്ല കേട്ടോ, ജോസഫ് ബ്രൂററും ഫ്രോയിഡും ചേർന്നിട്ടാണ് ഹിസ്റ്റീരിയയുടെ വാതിൽ തുറക്കുന്നത്. എന്താണ് ഹിസ്റ്റീരിയ? നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാറാത്ത കൈവേദനയുള്ള ഉമ്മമാര്, മാറാത്ത ബാക്ക് പെയിന്, എവിടെ ചികിത്സിച്ചാലും ഒരു MRI എടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? MRI എടുത്തിട്ടുണ്ടാവും. അവസാനമാണ് നമ്മളടുത്തേക്ക് എത്തട്ടോ. അവസാനം വരെ അവർക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു നോക്കൂ എന്നുള്ളത്. അതായത് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ മൈൻഡ് അത് ബോഡിക്ക് കൊടുക്കും. അതായത് ബോഡിലി സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. ശരിക്കും ടെസ്റ്റ് ചെയ്ത ബോഡിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മൈൻഡ്. പക്ഷെ അവർ ഫേക്ക് ചെയ്യുക ആയിരിക്കില്ല. അത്തരത്തില് മൈൻഡ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ബോഡിക്ക് ബുദ്ധിമുട്ട്, സാരമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹിസ്റ്റീരിയ എന്ന് പറയാ. ഈ ഹിസ്റ്റീരിയനെ പറ്റിയിട്ട് വളരെ ആധികാരികമായിട്ട് പഠിച്ചത് ഒന്ന് ബ്രൂവറും അദ്ദേഹത്തിന്റെ കൂടെ ഫ്രോയിഡും ചേർന്നിട്ടാണ്. Freud summarized their finding. The symptoms of hysterical patient depend upon impressive but forgotten sense of their lives. Traumata. കണ്ടോ, എന്തോ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു കാര്യം അവർക്ക് അറിയില്ല, അത് ഫോർഗോട്ടൺ ആണ്. അപ്പൊ അത് കാരണമാണ്. ഇപ്പൊ എനിക്കൊരു കൈവേദനയുടെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവര് ചെയ്യാത്ത, എനിക്ക് കൈ ഭയങ്കര പെയിനാ, ഈ പൊടിയൊന്നും കുഴയ്ക്കാനൊന്നും പറ്റത്തില്ല, അത്രയും പെയിനാണ് കൈക്ക്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യാത്ത ചികിത്സാ രീതിയില്ല. ഹിജാമ, കപ്പിങ്, ഫിസിയോതെറാപ്പി, MR, എല്ലാവിധ ടെസ്റ്റുകളും ചെയ്ത് അതിലൊന്നും ഒരു കുഴപ്പവും കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ മനസ്സിലാക്കിയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് വളരെ എന്താ പറയുക, ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ് വളർന്നിട്ടുള്ളത്. ഒരു സ്വാതന്ത്ര്യം വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഐ തിങ്ക് ഒരു 17-18 വയസ്സിലെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ കല്യാണം കഴിഞ്ഞിട്ട് നേരെ അവര് ഗൾഫിലോട്ടാണ് കൊണ്ടുപോയത്. ഹസ്ബൻഡ് ഗൾഫിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടല്ല ഗൾഫിൽ താമസിക്കുന്നത്. ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡിന്റെ ഫാമിലിയും ഉണ്ട്. ഫാമിലി ഒബ്വിയസ്ലി ഒരു എന്താ പറയാ, ഒരു ഇൻലോസ് ആണല്ലോ. ഒബ്വിയസ്ലി അവിടെ ഒരു ചെറുതല്ല, സാരമായിട്ടുള്ള പോരുകൾ ഉണ്ടായിട്ടുണ്ട്. അമ്മായിമ്മയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള പോരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ സാധാരണഗതിയില് ഈ ഹസ്ബൻഡും വൈഫ് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ കുറെ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് പോവല്ലോ, അപ്പോഴെങ്കിലും ഇത് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റും. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല, ഈ പറഞ്ഞ പോലെ വാട്സപ്പും കാര്യങ്ങളും ഒന്നും വരാത്ത കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു പീഡനം കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും വീട്ടിൽ വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ വിളിക്കാറുണ്ട്, അത് ലാൻഡ് ഫോണിൽ നിന്നാണ്, അത് ഹാളിൽ നിന്നായിരിക്കും. അപ്പൊ എല്ലാവരും ഉണ്ടാവും. വിശേഷങ്ങൾ അതുപോലെ അന്നൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ കോള്. നാട്ടിൽ വിശേഷങ്ങൾ മാത്രം പറഞ്ഞു. ഒരു 3 കൊല്ലത്തോളം അബ്രോഡ് തന്നെയായിരുന്നു. അവിടെ തിരിച്ചു വന്നിട്ടും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആ ഒരു 3 കൊല്ലത്തെ കാര്യങ്ങൾ ഭയങ്കരമായിട്ടും ഈ കുട്ടീനെ ഹോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ചു വന്നിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും ആളിൽ വരുന്നില്ല. അത് അനുഭവിക്കുന്നതൊക്കെ സ്ഥിരമാണ്. ഇത് കുറെ കാലം പെർസിസ്റ്റ് ചെയ്ത് വന്നതാണ് ഈ ഒരു കൈവേദന. അതിനുശേഷം നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ അവരുടെ പാരന്റ്സിനോട് പറഞ്ഞു ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇനിയും അവർ കുറച്ചു കാലം അപ്പോഴും ഇപ്പം അവരെന്റെ അടുത്ത് വരുന്ന സമയത്ത് മക്കളൊക്കെ അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഹസ്ബൻഡ് വീട്ടിലാണ് അത്യാവശ്യം നന്നായി. ഹസ്ബൻഡും കുറച്ചൊരു പാട്രിയാർക്കൽ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടി കോപ്പറേറ്റിംഗ് ആയിരുന്നു. പക്ഷെ അവരിപ്പോഴും ഇപ്പം പുറത്തിറങ്ങണമെങ്കിൽ പോലും അമ്മായിമ്മയുടെ ഒരു സർട്ടിഫിക്കറ്റ്, പക്ഷെ എന്തിനു പോകണമെങ്കിലും അമ്മായിമ്മയുടെ ഒരു സമ്മതം വേണം, അല്ലെങ്കിൽ അമ്മായിപ്പന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ നമ്മൾ ആകെ സജസ്റ്റ് ചെയ്തത് പെർപച്വേറ്റിംഗ് ഫാക്ടർ തന്നെയാണ്, മാറി താമസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം മാറി താമസിച്ചു. ഇപ്പൊ ഒത്തിരി ആൾ ഓക്കെയാണ്, കുറെയൊക്കെ ഭയതാണ്. പക്ഷെ മാറി താമസിച്ചതും ഈ വീടിന്റെ അടുത്ത് തന്നെയാണ്, അതായത് പറമ്പിൽ തന്നെയാണ് വീട് വെച്ചത്. അപ്പോ ഇടയ്ക്കൊക്കെ വരുന്നു പറയുന്നുണ്ട്. കാരണം അവരുടെ കൈകടത്തലുകളുണ്ട് അതുള്ളിടത്തോളം. കാരണം പിന്നെ അത് നെവർ മൈൻഡ് ആക്കിയിട്ട് അവരെന്ത് പറഞ്ഞാലും ഞാൻ അസർട്ടീവ് ആയിട്ട് നിൽക്കും, എന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് ഞാൻ മനസ്സിലെടുക്കില്ല എന്ന തോന്നൽ ഇയാൾക്ക് ഉണ്ടാവും. അപ്പൊ ഇയാളുടെ ഫാമിലി കുറച്ചൊരു പാട്രിയാർക്കൽ അതിനെ കൊണ്ട്
അത് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് പോകും. പറഞ്ഞു വന്ന ഇതാണ്, ഇത്തരത്തിലൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ മെന്റലി അത്രയും ഡൗൺ ആവുന്ന എക്സ്പീരിയൻസ് ഒരുപാട് കാലം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ ദർ ഇസ് ചാൻസസ്, ഇഫ് ദ പേഴ്സൺ ഇസ് വൾണറബിൾ, ദർ ഇസ് ഹൈ ചാൻസസ് ടു ഡെവലപ്പ് ഹിസ്റ്റീരിക് ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ്. കേസ് മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഒരു അറ്റൻഷനും കിട്ടാതെ അല്ലെങ്കിൽ മതിയായിട്ടുള്ള പരിഗണന കൊടുക്കാത്ത ഉമ്മാമ്മമാരോ അമ്മായിമാരോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം ബാക്ക് പെയിൻ ആണ്, അല്ലെങ്കിൽ കൈവേദന. ഇത് രണ്ടും ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹിസ്റ്റീരിക് ആയിട്ട് വരുന്നത്. അത് കൂടാതെയും കുറെ കാര്യങ്ങളുണ്ട്. ബാക്ക് പെയിൻ ഞാൻ പലരിടത്തും കണ്ടിട്ടുണ്ട്. ചിലപ്പം ആ ബാക്ക് പെയിൻ കൊണ്ട് അവർക്കൊരു അറ്റൻഷനൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെ ഡോക്ടറെ കാണിക്കാനും അല്ല അവരെ ആരെങ്കിലും ഒക്കെ നോക്കാനും. അങ്ങനെ ഒട്ടും അറ്റൻഷൻ കിട്ടാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പലർക്കും ഞാൻ വളരെ എന്താ പറയാ കണ്ടിട്ടുണ്ട്. ചിലപ്പോ മേ ബി നിങ്ങളും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതാണ് പറയാ, എത്രയോ കാണിച്ചു ഒരു പ്രശ്നവുമില്ല, പക്ഷെ ആക്കില്ല, ഇങ്ങനെയാ പറയാം. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ഓഡിബിൾ ആണോ ഞാൻ? ആരെങ്കിലും ഒക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് അവസാനം നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നോക്കൂ എന്ന് പറയുള്ളൂ. അതായത് MRIയിലോ അല്ലെങ്കിൽ സ്കാനിങ്ങിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി സൊമാറ്റോഫോം ഡിസോർഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇറ്റ് മൈറ്റ് ബി എന്താന്ന് പറഞ്ഞേ? സൊമാറ്റോഫോം. ഇപ്പൊ പറയുന്നത് സൊമാറ്റോഫോം, ഗ്രൂപ്പ് ഓഫ് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്നാണല്ലോ. ഇനി the therapy founded thereon was the course the patients to recall and reproduce these experience under hypnosis. അപ്പം ആ സജസ്റ്റബിൾ സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. He founded hypnosis is less effective than he had hoped. കണ്ടോ? ഹിപ്നോസിലൂടെ അദ്ദേഹം ഈ അൺകോൺഷ്യസ് മെറ്റീരിയൽ അന്ന് റിവീൽ ചെയ്യിപ്പിക്കാൻ നോക്കി, പക്ഷെ അതെന്തായിരുന്നു, അത് എഫക്റ്റീവ് അല്ല എന്ന് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. It did not allow the patient or the therapist to work with the patient's resistance to recalling the traumatic memories. ഒരിക്കലും അവർക്കുണ്ടായ എന്താണ് ട്രോമാറ്റിക് എന്ന് അവർ മറന്നുപോയിട്ടുണ്ട്, അവർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അത് റീകോൾ ചെയ്തെടുക്കാൻ ഒരിക്കലും ഹിപ്നോട്ടിസിലൂടെ പറ്റിയില്ല. ഫ്രോയിഡ് അതവിടെ ഉപേക്ഷിക്കുകയാണ്. ഇവൻച്വലി ഫ്രോയിഡ് abandoned hypnosis altogether. നമ്മളിപ്പോഴും ഫ്രോയിഡിന്റെ ഹിപ്നോസിസ് എന്ന് പറഞ്ഞിട്ടാണ് ഹിപ്നോസിസ് പൊന്തിച്ച് നടക്കുന്നത്. പക്ഷെ ഫ്രോയിഡ് തന്നെ അതിനെ എന്താക്കിയിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അവിടെയാണ് അദ്ദേഹം പിന്നെ എന്തായത്, ഫ്രീ അസോസിയേഷൻ, അതായത് ഫ്രീലി സംസാരിക്കണം, അതിലൂടെ അവരുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നുള്ള രീതിയിൽ. അതായത് അവരെ സജസ്റ്റബിൾ ആക്കിയിട്ട് ഈ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ലേറ്റർ ഹി എൻകറേജ് ഹിസ് പേഷ്യന്റ് ടു സ്പീക്ക് ഫ്രീലി ബൈ റിപ്പോർട്ടിംഗ് വാട്ട് എവർ തോട്ട്സ് കം ടു മൈൻഡ് റിഗാർഡ്ലെസ് ഓഫ് ഹൗ ദീസ് തോട്ട്സ് റിലേറ്റഡ് ടു ദ പേഷ്യന്റ് സിംപ്റ്റംസ്. ഫ്രീ അസോസിയേഷൻ, അതായത് അവരുടെ ഈ സിംപ്റ്റത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടോ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്. അതിലൂടെ അവരുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ട് അവരുടെ കിടക്കുന്ന കാര്യങ്ങൾ പിക്ക് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്തത്. In 1896, നോട്ട് ദ ഇയർ ആൻഡ് ഡേറ്റ് കേട്ടോ, 1896 ഫ്രോയിഡ് ഫസ്റ്റ് യൂസ് ചെയ്തത്. നെറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? 1896 ഫ്രോയിഡ് ഫസ്റ്റ് യൂസ് ദ ടേം സൈക്കോ അനാലിസിസ് ടു ഡിസ്ക്രൈബ് ഹിസ് മെത്തേഡ്. 1896 അദ്ദേഹം സൈക്കോ അനാലിസിസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. Freud's interest in unconscious insight provided by dreams his patient described led to the publication in 1900 of the interpretation of dream. കണ്ടോ, അദ്ദേഹത്തിന്റെ പേഷ്യൻസ് അദ്ദേഹത്തിനോട് അവർക്ക് ഉണ്ടായിട്ടുള്ള റെക്കറന്റ് ആയിട്ട് വന്ന ഡ്രീംസിനെ പറ്റി പറയുകയും ആ പേഷ്യൻസിന്റെ ഡ്രീംസിനെ അദ്ദേഹം അനലൈസ് ചെയ്യുകയും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് 1900 അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം എഴുതുകയാണ്, ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡ്രീം. പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെടുകയും ഒത്തിരി കോപ്പീസ് വിറ്റുപോയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡ്രീം. He explains behavior and personality in terms of unconscious dynamics within the individual and also internal conflicts, attachment and motivation.
അദ്ദേഹം ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റിനെ പറയുന്നത് അൺകോൺഷ്യസിൽ, അതായത് സൈക്കോ സെക്ഷൽ സ്റ്റേജസിൽ 5 സ്റ്റേജസിൽ എന്തെങ്കിലും നടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഫിക്സേഷൻ പിൽക്കാലത്ത് അൺകോൺഷ്യസിൽ കിടന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അത് കാരണമാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഐ റിപ്പീറ്റ്, സൈക്കോ സെക്ഷൽ സ്റ്റേജസിൽ വന്നിട്ടുള്ള ഫിക്സേഷൻ നമ്മുടെ അൺകോൺഷ്യസിൽ കിടക്കുകയും നമ്മൾ അഡൾട്ട് ആവുമ്പോൾ ആ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കേസ് പറയാം. ഒരു ഹസ്ബൻഡും വൈഫും, അപ്പം ഹസ്ബൻഡ് എപ്പോഴും വൈഫുമായിട്ട് സെക്ഷലി ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് ഭയങ്കര പെയിന്, സെക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിന്, അദ്ദേഹത്തിന് കരച്ചിൽ വരുന്ന പെയിന്. ഒരിക്കലും വൈഫുമായിട്ടുള്ള ഒരു നടക്കുന്നില്ല, സെക്സ് നടക്കുന്നില്ല. അപ്പോ ഇവര് പല ചികിത്സകൾ എടുക്കുന്നു. ഫിസിക്കലി ഇയാള് ഫിറ്റ് ആണ്, ഭാര്യക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അപ്പൊ ഒന്നും നോക്കിയിട്ട് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല. അവസാനം അവർ ഭയങ്കര ഫോർവേഡ് ഫാമിലി ആയിരുന്നു. അപ്പം ലാബിൽ വെച്ചിട്ട് ഇയാളെ കൊണ്ട് വൈഫിനെ ഒരു കോൾ ഗേളുമായിട്ട് സെക്സ് ചെയ്യിപ്പിക്കുകയാണ്. ഈ ഹസ്ബൻഡിനെ കൊണ്ട് ഒരു കോൾ ഗേളുമായിട്ട് സെക്സ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു വേദനയില്ല ഇയാൾക്ക്. അപ്പൊ മനസ്സിലായി, ഒന്നെങ്കിൽ ഭാര്യയോട് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഭാര്യ എന്ന ഫിഗർ, അതായത് ആ സ്ഥാനത്തിനോട് എന്തോ പ്രശ്നമുണ്ട്. ലേറ്റർ ഇയാള് ഡ്രീം അനാലിസിസും ഫ്രീ അസോസിയേഷൻ ഒക്കെ ചെയ്ത സമയത്ത് മനസ്സിലായത്, അയാൾ ചെറുപ്പത്തിൽ 2-2.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് അയാൾ അച്ഛന്റെ അമ്മയുടെ കൂടെയായിരുന്നു കിടക്കാറ്. അപ്പം അച്ഛൻ അമ്മയെ സെക്സ് ചെയ്യുമ്പോൾ ഉപദ്രവിച്ചുകൊണ്ട് സെക്സ് ചെയ്യാറാണ്. ആ ഉപദ്രവിച്ച് സെക്സ് ചെയ്യുന്ന സമയത്ത് അമ്മ നന്നായിട്ട് കരയായിരുന്നു. അപ്പം ഈ കരച്ചിൽ ഈ കുഞ്ഞു കുട്ടിയുടെ അൺകോൺഷ്യസിൽ അന്ന് കയറിയതാണ്. എന്നിട്ട് എപ്പോ വന്നു, ഇയാള് വലുതായി, ഇയാള് കല്യാണം കഴിച്ചു, ഇയാളെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ഒരു കാര്യമാണ് പുറത്തോട്ട് വരുന്നത്. ആ രീതിക്കാട്ടോ സൈക്കോഅനാലിസിസ് പോവാ. ഇപ്പൊ എന്താ ചെയ്തത്, ഈ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽസ് കോൺഷ്യസ് ലെവലിൽ കൊണ്ടുവന്ന് റിസോൾവ് ചെയ്യുകയും പിൽക്കാലത്ത് അയാൾക്ക് ഭാര്യയുമായിട്ട് നല്ല രീതിയിൽ സെക്സ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. സോ ഇങ്ങനെയാണ് വരാം. അതായത് ആ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ ആണ് നമ്മളെ പിൽക്കാലത്തുള്ള ജീവിതം നിയന്ത്രിക്കുന്നതും നമ്മുടെ പേഴ്സണാലിറ്റിക്ക് കാരണമാവുന്നതും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഫ്രോയിഡിന്റെ ന്യൂറോട്ടിക് എപ്പിസോഡാണ്. ഇൻ ഹിസ് 40s, 40 വയസ്സാകുന്നതിന് ശരിക്കും ഫ്രോയിഡ് ഇമ്പോർട്ടന്റ് ആയിട്ടോ, ഫ്രോയിഡ് ചണ്ടനായി, അതായത് സെക്സിന് കഴിവില്ലാത്ത അവസ്ഥയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രോയിഡ് എക്സ്പീരിയൻസ് സിവിയർ ന്യൂറോട്ടിക് എപ്പിസോഡ് ക്യാരക്ടറൈസ്ഡ് ബൈ അൺക്ലിയർ തോട്ട്സ്, ഡൗട്ട്സ് ആൻഡ് ഫിസിക്കൽ സിംറ്റംസ് സച്ച് ആസ്, അദ്ദേഹത്തിന് വന്ന ഫിസിക്കൽ സിംറ്റംസ് മൈഗ്രെയിന്, ഹെഡ് ഏക്ക്, യൂറിനറി പ്രോബ്ലം ഒക്കെ ആയിരുന്നു. Freud diagnosed his condition as anxiety, neurosis, and neurasthenia, attributing both to accumulation of sexual tension and abnormal sexual പ്രാക്ടീസസ്. അതായത് സെക്ഷൽ ടെൻഷനും പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പം ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോഴും മാർത്ത പ്രഗ്നന്റ് ആവും. അപ്പൊ അയാൾക്ക് സെക്ഷലി ഉള്ള ടെൻഷനും ഉണ്ട്. പിന്നെ ചില സെക്ഷൽ അബ്നോർമൽ ആയിട്ട് അദ്ദേഹം സെക്ഷൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് ആൻസൈറ്റിയും ന്യൂറോസിസും ന്യൂറസ്തേഷനും വന്നു എന്നാണ് അദ്ദേഹം തന്നെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഫ്രോയിഡ് പിന്നെ ഇത്രയും സെക്സിനെ പറ്റി സംസാരിച്ച ഫ്രോയിഡിന് പിന്നെ സെക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇനി ഫ്രോയിഡിന്റെ മേജർ കോൺസെപ്റ്റ്സ് ആണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ഡിഫറെന്റ് ഇൻസ്റ്റിങ്സ് ഉണ്ട്, ലൈഫ് ഇൻസ്റ്റിങ്ക്ട്, ഡെത്ത് ഇൻസ്റ്റിങ്ക്ട് അറിയാലോ, പിന്നെ നമ്മുടെ ലിബിഡോ, തനാറ്റോസ് വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിലെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഉണ്ട്. ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കോൺസെപ്റ്റ് ആണ്. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഏതൊക്കെയാണ്? കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ്നെസ്, അൺകോൺഷ്യസ്നെസ്. പിന്നെ ഡിഫറെന്റ് ഇൻസ്റ്റിങ്ക്ട്, അതാണ് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും. പിന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഡിഫൻസ് മെക്കാനിസം, ഒത്തിരി ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. പിന്നെ നമ്മുടെ 5 സൈക്കോ സെക്ഷൽ സ്റ്റേജസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഫ്രോയിഡ്സ് ഐഡിയ അട്രാക്ട് അറ്റൻഷൻ. എപ്പോഴാണ് ഫ്രോയിഡിന്റെ ഐഡിയ ആളുകളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്? Formation of a disciple group, Freud's published work and scientific presentation attracted a group of disciples. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ആ ഡിസിപ്പിൾസ് ആണ് ആരൊക്കെ? എല്ലാവരും പിൽക്കാലത്ത് മൂപ്പരായിട്ട് അടിയായി കിട്ടും. കാൾ യുങ്, ആൽഫ്രഡ് അഡ്ലർ were described as unconventional doubters and individuals who had experienced neurotic suffering. അവരൊക്കെ ശരിക്കും ഫ്രോയിഡിന്റെ കോൺസെപ്റ്റിനെ വിശ്വസിക്കുന്നവർ തന്നെയായിരുന്നു കേട്ടോ.
പക്ഷേ ഈ സെക്സ് എന്ന വാക്ക് ആരും അംഗീകരിക്കാത്തൊരു സമയമായതിനെ കൊണ്ട് അവർക്ക് അതിനോട് എതിർപ്പുള്ളതിനെ കൊണ്ടാണ് അവർ പിന്നെയും വിട്ട് വന്നിട്ട് ഉണ്ടായിരുന്നത്. However, as fluids work became more widely available, the criticism increased. ഇത് സർക്കിൾ കൂടുന്നതിനനുസരിച്ച് ക്രിറ്റിസിസം വരാൻ വേണ്ടി തുടങ്ങി അല്ലെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ. അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷമാണ് വന്ന് അതിലും കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. In 1933, the Nazis, offended by his frank discussion of sexual issues, burned a pile of Freud's book in Berlin. നാസിസം അതായത് നമ്മുടെ ജൂയിസം അതുപോലെ തന്നെ ആ ഒരു സമയമായിരുന്നല്ലോ. അവർക്ക് ഭയങ്കരമായിട്ട് സെക്ഷൽ ഇഷ്യൂസ് പറയുന്നത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവര് ബെർലിനില് ഫ്രോയിഡിന്റെ പുസ്തകം കൂട്ടിയിട്ട് കത്തിച്ചു എന്നാണ് പറയുന്നത്. ഹിസ് ലാസ്റ്റ് ബുക്ക് ആൻഡ് ഔട്ട്ലൈൻ ഓഫ് സൈക്കോ അനാലിസിസ് ബിഗിൻ വിത്ത് എ ബ്ലണ്ട് വാർണിംഗ് ടു ക്രിറ്റിസിസം. അദ്ദേഹത്തിന് അവസാനത്തെ ബുക്കായിട്ട് ആൻ ഔട്ട്ലൈൻ ഓഫ് സൈക്കോ അനാലിസിസ് ഇറങ്ങിയപ്പോ തന്നെ ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു നേരിട്ടുകൊണ്ട് ഇരുന്നത്. ലാസ്റ്റ് പുസ്തകത്തിന്റെ പേര് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ആൻ ഔട്ട്ലൈൻ ഓഫ് സൈക്കോ അനാലിസിസ് 1940-ലാണ്. ഇനി ഫ്രോയിഡിന്റെ ഫൈനൽ ഇയേഴ്സ് ആണ്. ഫ്രം 1923 ഓൺ ഹി വാസ് ഇൽ ഹെൽത്ത്, സഫറിംഗ് ഫ്രം ക്യാൻസർ ഓഫ് ദ മൗത്ത് ആൻഡ് ജോസ്. കൊക്കൈൻ എപ്പിസോഡിന്റെ അവസാനം. കൊക്കൈൻ എപ്പിസോഡ് മാത്രമായിരുന്നില്ല, നല്ല പുകവലിയായിരുന്നു. പുള്ളിക്കാരൻ ചുരുട്ടി വെച്ചിട്ടുള്ള ഫോട്ടോതാ, നല്ല പുകവലിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ വായിലായിരുന്നു, മൗത്തിലും ജോസിലായിരുന്നു ക്യാൻസർ 1923. വെൻ in 1938 the German who had taken over Australia threatened his daughter Anna. Freud left for London with her. അതായത് 1938 ഒരു ജർമ്മനിയിലുള്ള ആളുകള് ഓസ്ട്രേലിയയിലേക്കും അന്ന ഫ്രോയിഡ് അപ്പൊ ഈഗോ സൈക്കോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തല്ലോ. ഈഗോ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന ഫ്രോയിഡുമായിട്ട് ത്രെട്ടണിങ് ഒക്കെ വന്നപ്പോൾ അദ്ദേഹം അന്നയും കൂട്ടിയിട്ട് ലണ്ടനിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഡിസ്പൈറ്റ് ഹിസ് ഡിക്ലൈനിങ് ഹെൽത്ത്, ഫ്രോയിഡ് റിമെയിൻഡ് മെന്റലി അലർട്ട് ആൻഡ് കണ്ടിന്യൂഡ് വർക്കിംഗ് അൺടിൽ ലാസ്റ്റ് ഡേ. വലിയൊരു കാര്യം എനിക്ക് പുള്ളിക്കാരനോടുള്ള ഒരു സാധനം ഇതാട്ടോ. ഈ ഇൽനെസ്സും ഒക്കെ ആണെങ്കിലും അദ്ദേഹം മെന്റലി അലേർട്ട് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നാള് വരെ ഈ സൈക്കോനാലിസിസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. In September 1939, he expressed his anguish to his physician and administered 3 doses of morphine, bringing an end to Freud's long years of pain. കണ്ടോ, അദ്ദേഹം സ്വയം ഒരു ആത്മഹത്യ എന്നൊക്കെ പറയാം. സ്വയം ആവശ്യപ്പെട്ട പ്രകാരം മോർഫിൻ, ക്യാൻസറിന് കൊടുക്കുന്ന പെയിൻ കില്ലർ ആണ്, മോർഫിൻ 3 ഡോസ് കൊടുക്കാൻ പറയുകയും അതിലൂടെ അദ്ദേഹത്തിന്റെ ഈ ലോങ് ഇയേഴ്സ് ഓഫ് പെയിനിൽ നിന്ന്, കാരണം നോക്കിക്കേ 1923 അദ്ദേഹം ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 39 വരെ, അതായത് അറൌണ്ട് ഒരു എന്താ പറയാ 16-17 വർഷം അനുഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം മരണപ്പെടുക. ഇത്രയുമാണ് നമുക്ക് ഫ്രോയിഡ്. ഓക്കെ, ഔട്ട് ഓഫ് യുവർ വൾനറബിലിറ്റീസ് വിൽ കം യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ വൾനറബിലിറ്റീസ് നിങ്ങൾ എപ്പം മാറ്റി വെക്കുന്നു അവിടെ നിങ്ങൾ, യെസ്, നമ്മളെല്ലാവരും പല കാര്യത്തിൽ വൾനറബിൾ ആണ്. ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. യെസ്, നിങ്ങൾക്കറിയാം ഒത്തിരി കേസസ് വരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ. പക്ഷെ ഞാൻ വളർന്നു വന്ന സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഐ എം ഓൾസോ വൾനറബിൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളരെ പാമ്പേർഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ചൈൽഡ് ആയിരുന്നു ഞാൻ. വീട്ടിൽ ഒറ്റ കുട്ടിയായിട്ട് വളരെ പാമ്പറിങ് അനുഭവിച്ചു വളർന്ന പിന്നെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പം എന്താണ് സൈക്കോളജിയിലൂടെ എനിക്ക് തിരിച്ചറിഞ്ഞത് എന്റെ വൾനറബിലിറ്റീസ് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്തപ്പം ഏറ്റവും നല്ലൊരു എന്താ പറയാ, ഐ ഫീൽ പ്രൗഡ് മൈസെൽഫ്. ആ രീതിയിലേക്ക് വരികയാണ്. അപ്പം യെസ്, all of us have some sort of vulnerabilities. Out of your vulnerabilities will come your strength. ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വാക്ക്. ഓക്കെ ആണോ? പല കുട്ടികളും ഇന്റേൺഷിപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാറുണ്ട്, മാം എനിക്ക് ഇങ്ങനത്തെ ചൈൽഡ്ഹുഡിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ പേടിയാണ്, എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ. ഇതെല്ലാം ചേർന്നിട്ടുള്ള, ഞാൻ പറഞ്ഞേ സൈക്കോളജിയിലേക്ക് വരുന്ന മുന്നേ എനിക്ക് ഞാനിങ്ങനെ നോക്കും, അത് ഞാൻ തന്നെ ആയിരുന്നോ ഇപ്പൊ ഉള്ള ഞാന് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പ്രേതത്തിന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. രാത്രി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാൻ പേടിയായിരുന്നു. ആൻഡ് പറയുന്നതിൽ ഒരു ചളിപ്പും ഇല്ല. ഈവൻ സെയിനായിട്ടും എന്റെ മകനായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 23 കഴിഞ്ഞിട്ടും അല്ല, സൈക്കോളജിയിൽ കുറച്ചൊരു പ്രൊമിനന്റ് ആവുന്നവരെ ഞാൻ എന്റെ മദറിന്റെ കൂടെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത്, ഇനി ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് ഞാൻ എന്റെ മദറിനോട് കൂടെയാണ് കിടക്കുക. അത്ര പോലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ പവറിനൊക്കെ പേടിയിലായിരുന്നു. ആ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ വളരെയധികം കൊണ്ടുവരുന്ന ആളായിരുന്നു. ഇപ്പൊ 12:30 ഞാൻ ഒറ്റയ്ക്ക്
എത്രയോ വട്ടം ഞാൻ ക്ലിനിക്കിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സാധനത്തിനെയും പേടിയില്ല. മനുഷ്യന്മാരെയാണ് പിന്നെയും പേടിയുള്ളത്. ആൻഡ് ഓൾസോ എന്താ പറയാ, നാച്ചുറൽ കലാമിറ്റീസിന് എനിക്ക് പേടിയാണ്, അല്ലാതെ എനിക്കൊന്നിനും പേടിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പണ്ടൊക്കെ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് പറയുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം എന്നിലൊരു ശരി ഉണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ഞാൻ നോക്കാറില്ല. കാരണം അവരെന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരെനിക്ക് ഒന്നും കൊണ്ടു തരുന്നില്ല. അവരെന്നെ പറ്റി ബിച്ച് ചെയ്തോട്ടെ, ഗോസിപ്സ് പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷെ അവര് പറയുമെന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും പുറകോട്ട് നിന്നാൽ എനിക്ക് മാത്രമാണ് നഷ്ടപ്പെടുന്നത്. സോ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളത് എന്റെ വൾണറബിലിറ്റി ആയിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചപ്പോൾ ഔട്ട് ഓഫ് മൈ വൾണറബിലിറ്റീസ് എന്റെ സ്ട്രെങ്ത് വളരാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, പറയുന്നവരെ പറഞ്ഞോട്ടെ. പക്ഷെ എന്തെങ്കിലും എന്നെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഐ അസർട്ടീവ്ലി ഡീൽ, ബിക്കോസ് അതെന്റെ പ്രൊഫഷണൽ ആവശ്യമാണ്. കാരണം എന്നെയോ എന്റെ പ്രൊഫഷനെയോ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും എലിഗേഷൻസോ വരികയാണെങ്കിൽ ഞാൻ അതിനെ ആ രീതിയിൽ ഡീൽ ചെയ്യുകയും ചെയ്യും. സോ വൺസ് അഗെയിൻ, ഔട്ട് ഓഫ് യുവർ വൾണറബിലിറ്റീസ് വിൽ കം യുവർ സ്ട്രെങ്ത്. അപ്പൊ നിങ്ങളുടെ വൾണറബിലിറ്റീസ് നിങ്ങൾ കണ്ടെത്തുക, അതിലൂടെ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തന്നെ പുറത്തോട്ട് കൊണ്ടുവരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫ്രോയിഡിനെ കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ മനസ്സിലായോ? സ്പീഡ് കൂടിയിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും? മനസ്സിലാവുന്നില്ലേ? കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? അപ്പോ നമ്മള് നാളെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട്, ഇനിയിപ്പോ ഫ്രോയിഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ്, അതായത് ഫ്രോയിഡിന്റെ തിയറിനെ പറ്റിയിട്ടും ഞാൻ വിചാരിക്കുന്ന ഒരു കേസ് സ്റ്റഡിയും കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്നാണ്. അപ്പൊ ആ കേസ് സ്റ്റഡി അടക്കം, ഒരു കേസ് സ്റ്റഡി, ഫ്രോയിഡിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ആ കേസ് സ്റ്റഡി അടക്കം നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ആയിട്ട് തരാം എന്നാണ് വിചാരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ വല്ലാണ്ട് വലിച്ചു നീട്ടി ഇൻക്ലൂഡ് ചെയ്യില്ല, കാരണം എനിക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് കാര്യങ്ങളും ഒരു കേസ് സ്റ്റഡിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തരാനാണ് വിചാരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ മാം. അപ്പൊ ഹോപ്പ് ദി ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതൊരു ഇറ്റ്സ് മീ ആഫ് അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് വെരി മാം ഗുഡ് നൈറ്റ്.